എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ മെലസ്റ്റോമയുടെ ചെടികൾ സാധാരണ ചില ഭാഗങ്ങളിൽ നമ്മൾ നട്ട് കഴിയുമ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ ഇതിൻ്റെ തണ്ടുകൾ ഉണങ്ങി വരികയും ഇതിൻ്റെ ഇലകളിൽ ഒരു പുഷ്ടിക്കുറവ് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു രണ്ട് വളം നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. അതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ മെലസ്റ്റോമയ്ക്ക് എളുപ്പം നമുക്ക് പൂക്കൾ കിട്ടുവാനായിട്ട് നമ്മളൊരു ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിലൊരിക്കൽ ഒരു സ്പൂൺ എല്ലുപൊടി ഇതിൻ്റെ മുകളിൽ മണ്ണ് ഇളക്കിയതിന് ശേഷം ഇതിന് ഇട്ട് കൊടുക്കുക. അത് നമുക്ക് 2 ആഴ്ച ഒരിക്കൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. നമുക്ക് 1 സ്പൂൺ മതിയാവും എല്ലുപൊടി. അതിൻ്റെ മുകളിലിട്ട് നമ്മൾ ചട്ടിയിലൊക്കെയാണ് നടുകയാണെങ്കിൽ കുറച്ച് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ എപ്സം സാൾട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇലകളിൽ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള മെലസ്റ്റോമ തൈകൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഇതിന് തണ്ട് ഉണങ്ങിപ്പോകുന്നതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് എപ്സം സാൾട്ട്. എപ്സം സാൾട്ട് വളരെ നല്ലൊരു വളമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യും.